വീണ്ടും ഇന്ന് ചത്ത ദോശ. ഇതാണ് ഞാൻ രാത്രി അരച്ച് വെച്ച ദോശമാവിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. കാരണം ആദ്യം ഇത് കണ്ടാലേ ബാക്കി മനസ്സിലാവുള്ളൂ. മുൻപ് ഞാനൊരു വീഡിയോ ഇട്ട ടൈമിൽ എനിക്ക് ദോശ ശരിയാവുന്നില്ല, പൊന്തി വരുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് ടിപ്സുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ അരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ആൾക്കാർ. പേഴ്സണലായിട്ടും ടിപ്സുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എണീറ്റ ടൈമിൽ നമ്മളെ ദോശമാവിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ്. എങ്ങോട്ടും അനങ്ങിയിട്ടില്ല. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 മണി കഴിഞ്ഞിട്ടാണ് അരച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്നാലും ഒരു ചെറിയൊരു പത പോലും വന്നിട്ടില്ല, അതുപോലെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ലൂസായിട്ടാണ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നോക്കുമ്പോൾ ഇത്രയും തിക്കായിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണ് ഇതിൻ്റെ ട്രിക്ക് എന്നുള്ളത് മനസ്സിലാവുന്നില്ല കേട്ടോ. ചില സമയത്ത് പൊന്തി വരും, പക്ഷെ അത് ദോശ അങ്ങോട്ട് ശരിയാവാറില്ല. പക്ഷേ ഇന്ന് തീരെ ശരിയായിട്ടില്ല കേട്ടോ. ശരിക്കും നമ്മൾ പറയുന്ന പോലെ മറ്റുള്ളവർ പറഞ്ഞു തരുന്ന അതേ രീതിയിലാണ് നമ്മൾ അരി വെള്ളത്തിലിടുന്നതും ഉഴുന്ന് വെള്ളത്തിലിടുന്നതും ഒക്കെ. പക്ഷെ ഇതുപോലെയാണ് ആയി കിട്ടുന്നത്. എന്താണെന്നറിയില്ല, എനിക്ക് മാത്രം ഈ ഒരു അവസ്ഥ. അപ്പം എന്നെപ്പോലെ എന്ത് ചെയ്തിട്ടും ദോശമാവ് ഇതുപോലെ ആവുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണ്ട, അറിയാൻ വേണ്ടിയിട്ടാണ് എന്നെപ്പോലെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇതിങ്ങനെ ലൂസാക്കി ഞാൻ ചെറുതായിട്ട് ചൂടുവെള്ളം പിന്നെ അപ്പസോഡയൊക്കെ ഇട്ടുങ്ങാണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി റെഡിയാക്കി എടുക്കുന്നുണ്ട്. ലൂസാക്കി റെഡിയാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ടും ദോശയുടെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. എന്താണെന്നറിയില്ല ഇങ്ങനെ. ഇനി അടുത്ത ട്രിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ മനെ കൊണ്ടൊന്ന് അരി അരച്ച് മാവ് സെറ്റാക്കിച്ച് നോക്കണം. അപ്പോൾ അടുത്തതിൽ എങ്ങനെയാവും എന്താവും നമുക്ക് നോക്കാം. ഇന്നത്തെ നമ്മളെ ദോശ. അടുത്തത് ഇതൊക്കെ എന്താണോ എന്തോ ഇതാണോ. വീണ്ടും ഇന്ന് ചത്ത ദോശ. ടൻ 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 ടൻ. വീണ്ടും ഓരോ ട്രിക്കുകളും ടിപ്സുകളും പോരട്ടെ.